നല്ല നല്ല തരക്കേടില്ലാത്തൊരു സിനിമയാണ്. പ്രധാന നായകൻ പറയാൻ പറ്റില്ല. രണ്ടുപേരുടെ അഭിനയം അത്രയ്ക്ക് മികവുറ്റതായിരുന്നു. നല്ല രീതിയിൽ രണ്ടുപേരും അഭിനയിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫാമിലി എൻ്റർടൈനറാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നതാണ്. നല്ലൊരു മെസ്സേജാണ് സിനിമ തരുന്നത്. കാരണം മനുഷ്യരുടെ ആ മാനുഷികമായിട്ടുള്ള ആ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്നൊരു സിനിമയാണ്. അപ്പം മോഷണം നടത്തുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആൾക്കാർ കള്ളന്മാർ മോഷ്ടിക്കുന്നു. പക്ഷേ മോഷ്ടാവോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട ആരുടെയാണോ അവരും എല്ലാവരും ആ മാനുഷിക വശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ്. നല്ലൊരു മെസ്സേജാണ്. അത്രയും വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫിലിമാണ്. നമുക്ക് ചില ഫിലിമൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കൊക്കെ നമുക്കൊന്നും മനസ്സിലായിരുന്നില്ല, ചില ഫിലിമുകൾ മനസ്സിലായിരുന്നില്ല ഞങ്ങളുടെ ഈ ജനറേഷന്. അപ്പം നമ്മുടെ ഈ ജനറേഷന് വളരെ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ഫിലിമാണ്. സൂപ്പർ ഫിലിം. നല്ല സിനിമയാണ്. വളരെ നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ജീവിതസ്പർശിയായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ഒരേ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്നു. അധികം നമ്മൾ ചില മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്നും ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്നതായിട്ടുള്ള വ്യഥ അത് വളരെ നന്നായിട്ട് മുരളി ഗോപി കാണിച്ചിട്ടുണ്ട്. അതേപോലെ ആ മൂല്യങ്ങൾ അടിസ്ഥാനത്തിൽ തന്നെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ഇന്ദ്രൻസിൻ്റെ അഭിനയം അതും ഗംഭീരമാണ്. മൊത്തത്തിൽ വളരെ നല്ല സിനിമയാണ്. ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റിയ സിനിമയായിരുന്നു. മുരളി ഗോപിയും ഇന്ദ്രൻസും അതിൽ ആ ടൊത്തി എന്ന് പറഞ്ഞ ആ കഥാപാത്രവും നല്ല തകർത്ത് അഭിനയിച്ച സിനിമയാണ്. ആരാണ് അതിൽ ഏറ്റവും ഭംഗിയായിട്ട് മുരളി ഗോപിയെയും ഇന്ദ്രൻസിനെ നോക്കിയാൽ ആരാണ് ഭംഗിയായിട്ട് ഏറ്റവും നല്ല കഥാപാത്രം എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും അവരുടേതായ റോള് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഒരു ടച്ചിങ്, ഒരു ഇമോഷണലായിട്ടുള്ളൊരു സിനിമയാണ്. കുറ്റകൃത്യം ചെയ്ത ആളെ പോലും നമുക്ക് അവരോടൊരു സ്നേഹം മാത്രമേ തോന്നുന്നുള്ളൂ. ആ സാഹചര്യം കൊണ്ട് ചെയ്തു പോയി. അവരുടെ ആ മനസ്സിൻ്റെ ആ ഒരു സംഘർഷം നമുക്കും അനുഭവപ്പെടുന്നുണ്ട്. അത്രയ്ക്ക് ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് ആ സിനിമ.